2026 ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാന് നേരെ നടത്തിയ അപ്രതീക്ഷിതവും വിനാശകരവുമായ സൈനിക ആക്രമണം പശ്ചിമേഷ്യയുടെ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായങ്ങളിലൊന്നിനാണ് തുടക്കം കുറിച്ചത്. ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വധവും അതിന് മറുപടിയായി ഇസ്രയേലിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ നടത്തിയ ആയിരക്കണക്കിന് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുകുലുക്കി. ലെബനനിലും ഇറാനിലുമായി ആയിരങ്ങൾ മരിച്ചു വീഴുകയും ദശലക്ഷക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളാവുകയും ചെയ്തു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം സ്തംഭിച്ചു. എന്നാൽ ലോകമാധ്യമങ്ങൾ ടെഹ്റാനിലെ പുകയുന്ന കെട്ടിടങ്ങളിലേക്കും ഇസ്രയേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളിലേക്കും ക്യാമറ തിരിക്കുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് തികച്ചും നിശബ്ദനായി തങ്ങളുടെ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു. നേരിട്ട് ഒരു വെടിയുണ്ട പോലും ഉതിർക്കാതെ, തങ്ങളുടെ സൈനികരെ യുദ്ധഭൂമിയിലേക്ക് അയക്കാതെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണങ്ങളെ സ്വന്തം ഭൗമരാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. ആ നിശബ്ദ ഗുണഭോക്താവായിരുന്നു ചൈന. ലോകത്തിലെ അതുല്യ മഹാശക്തികളിലൊന്നായ അവർ ഈ യുദ്ധത്തിൽ നിന്നും ഉടലെടുത്ത പ്രതിസന്ധിയെ തങ്ങൾക്കുള്ള വലിയൊരു അവസരമാക്കി തന്നെ മാറ്റി. ഒരു രാജ്യത്തിൻ്റെ പതനം മറ്റൊരു രാജ്യത്തിൻ്റെ ഉയർച്ചയാകുന്ന ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണമായി ഈ ഇറാൻ യുദ്ധം മാറുകയാണ്. യുദ്ധം ആരംഭിച്ച ഉടനെ ഉയർന്ന ഏറ്റവും വലിയ ആശങ്ക ചൈനയുടെ ഊർജ്ജ സുരക്ഷയെക്കുറിച്ചായിരുന്നു. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ ഇറക്കുമതി രാജ്യമാണ് ചൈന. 2025 അവസാനത്തെ കണക്കുകൾ പ്രകാരം ചൈനയുടെ പ്രതിദിന എണ്ണ ഇറക്കുമതിയുടെ 13%, അതായത് ഏകദേശം 1.4 ദശലക്ഷം ബാരൽ വന്നിരുന്നത് ഇറാനിൽ നിന്നാണ്. ഇറാൻ്റെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ 80 മുതൽ 90% വാങ്ങിയിരുന്നത് ചൈനയായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയത് ഒറ്റ നോട്ടത്തിൽ ചൈനയ്ക്ക് തിരിച്ചടിയാണെന്ന് തോന്നാമെങ്കിലും ബീജിംഗ് ഇതിനായി നേരത്തെ തന്നെ തയ്യാറെടുത്തിരുന്നു. ഏകദേശം 1.3 മുതൽ 1.4 വരെ ബില്യൺ ബാരൽ എണ്ണയാണ് ചൈന തങ്ങളുടെ തന്ത്രപ്രധാനമായ ശേഖരത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് 4 മാസത്തേക്ക് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തമാണ്. കൂടാതെ റഷ്യയിൽ നിന്നുള്ള പൈപ്പ് ലൈനുകൾ വഴിയുള്ള എണ്ണ വിതരണവും അവർ സുരക്ഷിതമാക്കിയിരുന്നു. എന്നാൽ യഥാർത്ഥ ലാഭം വരുന്നത് എണ്ണയിൽ നിന്നല്ല, മറിച്ച് ഹരിതോർജ്ജത്തിൽ നിന്നാണ്. യുദ്ധം കാരണം ആഗോള വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയർന്നപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളും മറ്റ് ലോകരാഷ്ട്രങ്ങളും അതിവേഗം പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് മാറാൻ നിർബന്ധിതരായി. ഇവിടെയാണ് ചൈനയുടെ മാസ്റ്റർ സ്ട്രോക്ക്. പുതിയ 3 അഥവാ ദ ന്യൂ 3 എന്ന് വിളിക്കപ്പെടുന്ന സോളാർ പാനലുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ലിഥിയം ബാറ്ററികൾ എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ലോകത്തെ സമ്പൂർണ്ണ കുത്തക ചൈനയ്ക്കാണ്. യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ ആഴ്ചകളിൽ തന്നെ ചൈനീസ് കമ്പനികൾ വൻ ലാഭമാണ് കൊയ്തത്. ചൈനീസ് ബാറ്ററി നിർമ്മാതാക്കളായ CATLൻ്റെ ഹോങ്കോങ് ഓഹരികൾ 29.5% കുതിച്ചുയർന്നത്. ഇലക്ട്രിക് വാഹന ഭീമനായ BYDയുടെ മാർച്ചിലെ കയറ്റുമതി കഴിഞ്ഞ വർഷത്തേക്കാൾ 65% വർദ്ധിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ കമ്പനിയായ ജിൻകോ സോളാർ യുദ്ധം തുടങ്ങിയതിനു ശേഷം തങ്ങളുടെ ആഗോള ഓർഡറുകളിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. ചുരുക്കത്തിൽ അമേരിക്ക സൃഷ്ടിച്ച ഊർജ്ജ പ്രതിസന്ധി തകർച്ച നേരിടുകയായിരുന്ന ചൈനയുടെ ഹരിതോർജ്ജ വ്യവസായത്തിന് നൽകിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉണർവാണ്. 2026 ഇറാൻ യുദ്ധം അമേരിക്കൻ വിദേശ നയത്തിന് വരുത്തിയ ഏറ്റവും വലിയ അബദ്ധം അവർ തങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും പശ്ചിമേഷ്യയിലേക്ക് തിരിച്ചു എന്നതാണ്. ചൈനയെ തടയുക എന്ന ലക്ഷ്യത്തോടെ ഏഷ്യ പസഫിക് മേഖലയിൽ അമേരിക്ക കേന്ദ്രീകരിച്ചിരുന്ന സൈനിക ശക്തിയെയും നയതന്ത്ര വിഭവങ്ങളെയും ഒറ്റയടിക്ക് മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റാൻ വാഷിംഗ്ടൺ നിർബന്ധിതരായി. ഇസ്രയേലിനെ സംരക്ഷിക്കാനും ഗൾഫിലെ എണ്ണപ്പാതകൾ തുറക്കാനും അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനി കപ്പലുകളെയും കോടിക്കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങളെയും അങ്ങോട്ടേക്ക് തിരിച്ചുവിട്ടു. ഇത് ചൈനയ്ക്ക് നൽകിയത് സമാനതകളില്ലാത്ത ഒരു സുവർണ അവസരമാണ്. അമേരിക്കൻ സാന്നിധ്യം കുറഞ്ഞതോടെ ദക്ഷിണ ചീനക്കടലിൽ ചൈന തങ്ങളുടെ ആധിപത്യം പൂർണ്ണമായും ഉറപ്പിച്ചു. ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ ആസിയാൻ രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ ശക്തമായ പിന്തുണ നഷ്ടപ്പെട്ടതോടെ ചൈനയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുകയല്ലാതെ മറ്റു മാർഗമില്ലാതായി. അന്താരാഷ്ട്ര നിയമങ്ങളെ നോക്കുകുത്തിയാക്കി ചൈന തങ്ങളുടെ ഗ്രേ സോൺ തന്ത്രം കൂടുതൽ ശക്തമാക്കി. ദക്ഷിണ ചീനക്കടലിലെ തർക്കപ്രദേശങ്ങളിൽ കൃത്രിമ ദ്വീപുകൾ നിർമ്മിക്കാനും സൈനിക താവളങ്ങൾ വിപുലീകരിക്കാനും ഈ യുദ്ധകാലയളവ് അവർ ഉപയോഗിച്ചു. അമേരിക്ക പശ്ചിമേഷ്യൻ മണലാരണ്യത്തിൽ ചോര ചിന്തുമ്പോൾ ഏഷ്യയുടെ സമുദ്രാതിർത്തികൾ ചൈന പൂർണ്ണമായും തങ്ങളുടെ കാൽക്കീഴിലാക്കുകയായിരുന്നു.
ഇറാൻ യുദ്ധത്തിൽ ചൈന സ്വീകരിച്ച നയതന്ത്ര നിലപാട് അവരുടെ ആഗോള പ്രതിച്ഛായയെ അടിമുടി മാറ്റിമറിച്ചു. അമേരിക്കയും ഇസ്രയേലും ആക്രമണകാരികളായി ലോകത്തിനു മുന്നിൽ നിൽക്കുമ്പോൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായാണ് ചൈന സ്വയം അവതരിച്ചത്. യുദ്ധത്തിൽ ഔദ്യോഗികമായി നിഷ്പക്ഷത പാലിച്ച ബീജിംഗ് 2026 ഏപ്രിൽ 7-8 തീയതികളിൽ നടപ്പിലാക്കിയ 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിന് പിന്നിൽ നിർണായക പങ്ക് വഹിച്ചു. പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച 5 സമാധാന നിർദ്ദേശം ഇറാനെ കൊണ്ട് അംഗീകരിപ്പിച്ചത് ചൈനയുടെ നയതന്ത്ര ഇടപെടലുകളായിരുന്നു. എന്നാൽ ഈ സമാധാന മുഖംമൂടിക്ക് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ പ്രതിരോധിക്കാൻ ഇറാന് സഹായകമാകുന്ന മാൻപാഡ്സ് അഥവാ ഷോൾഡർ ഫയർഡ് മിസൈലുകൾ, നൂതന HQ-19 റഡാർ സംവിധാനങ്ങൾ എന്നിവ ചൈന രഹസ്യമായി നൽകുന്നുണ്ടെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യ നൽകി ഇറാന്റെ പ്രതിരോധം ശക്തമാക്കാനും ചൈന ശ്രമിച്ചു. ഒരു വശത്ത് സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുകയും മറുവശത്ത് ഇറാന്റെ പതനം തടയാൻ പരോക്ഷ സഹായം നൽകുകയും ചെയ്തതിലൂടെ ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾക്കിടയിൽ ചൈന തങ്ങളുടെ സ്വാധീനം അരക്കിട്ടുറപ്പിച്ചു. സ്വന്തം വാണിജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഒരു ബദൽ ശക്തിയായി ആഗോള സമൂഹം ചൈനയെ അംഗീകരിക്കുന്ന അവസ്ഥയാണ് ഈ യുദ്ധം സൃഷ്ടിച്ചത്. യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയും അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായും തകർന്നിട്ടുണ്ടാകും. വർഷങ്ങളായുള്ള പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് പുറമെ അമേരിക്കൻ ബോംബറുകൾ വിതച്ച നാശം കൂടിയാകുമ്പോൾ ഇറാൻ പതിറ്റാണ്ടുകൾ പിന്നോട്ട് പോകും. ഈ തകർന്ന രാജ്യത്തെ പുനർനിർമ്മിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളോ സാമ്പത്തികമായി തകർന്ന റഷ്യയോ തയ്യാറാവില്ല. ഇവിടെയാണ് ചൈന തങ്ങളുടെ സാമ്പത്തിക അധിനിവേശം ആരംഭിക്കുന്നത്. 2021 ചൈനയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച $400 ബില്യൺ 25 വർഷത്തെ തന്ത്രപരമായ സഹകരണ കരാർ ഈ അവസരത്തിൽ നിർണായകമാകും. പുനർനിർമ്മാണത്തിനുള്ള മുഴുവൻ കരാറുകളും റോഡുകൾ, പാലങ്ങൾ, തുറമുഖങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ ചൈനീസ് കമ്പനികൾക്ക് ലഭിക്കും. ഇറാന്റെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾ പൂർണ്ണമായും ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ നിയന്ത്രണത്തിലാകും. പകരം ചൈനയ്ക്ക് ലഭിക്കാൻ പോകുന്നത് വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ പതിറ്റാണ്ടുകളോളം തടസ്സമില്ലാതെ ലഭിക്കുന്ന എണ്ണയാണ്. ഈ സാഹചര്യം ചൈനീസ് സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് നൽകുന്ന ഉണർവ് ലോകശാക്തിക ചേരിയിൽ ബീജിങ്ങിന് അമേരിക്കയ്ക്ക് തുല്യമായ ഒരു സ്ഥാനം നേടിക്കൊടുക്കും. സാമ്പത്തികമായി പൂർണ്ണമായും ചൈനയെ ആശ്രയിക്കുന്ന ഒരു ഇറാൻ പശ്ചിമേഷ്യയിൽ ബീജിങ്ങിൻ്റെ ഒരു സാമന്ത രാജ്യമായി മാറാൻ ഈ യുദ്ധം വഴിയൊരുക്കും. വാഷിംഗ്ടണിനെതിരെ ഭീഷണി ഉയർത്താൻ സാധിക്കുന്ന ഒരു ഉപഗ്രഹ രാജ്യത്തെ മിഡിൽ ഈസ്റ്റിൽ തന്നെ സൃഷ്ടിക്കാൻ ഇതിലൂടെ ചൈനയ്ക്ക് സാധിക്കും. അതിനുമപ്പുറമാണ് ഇറാൻ വഴി പേർഷ്യൻ ഗൾഫിൽ ചൂടുറപ്പിക്കുന്ന ചൈന മേഖലയിലെ അറബ് രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു സുരക്ഷാ ഗ്യാരണ്ടി. 2026 ഗൾഫ് യുദ്ധത്തിൽ തങ്ങൾക്ക് സുരക്ഷ നൽകാൻ പരാജയപ്പെട്ട അമേരിക്കയോട് കടുത്ത നീരസമാണ് ഖത്തർ, സൗദി തുടങ്ങിയ രാജ്യങ്ങൾ. ചൈനയുടെ ഈ ഓഫറിൽ വീഴാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ വന്നാൽ 1950കൾ മുതൽ അറേബ്യൻ ഉപദ്വീപിൽ ശക്തമായ സ്വാധീനമുള്ള അമേരിക്കയ്ക്ക് ഇത് കാര്യമായ ഒരു ഭീഷണിയായിരിക്കും സൃഷ്ടിക്കുന്നത്. തൽഫലമായി ഗൾഫിലൊരു ചൈനീസ് അപ്രമാദിത്വത്തിന് ഇത് വഴിയൊരുക്കും. ചരിത്രം എപ്പോഴും വിരോധാഭാസങ്ങൾ നിറഞ്ഞതാണ്. 2026 ഇറാന്റെ ആണവ സൈനിക മോഹങ്ങളെ അടിച്ചമർത്താനും പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനുമാണ് അമേരിക്കയും ഇസ്രയേലും യുദ്ധത്തിനിറങ്ങിയത്. എന്നാൽ തോക്കുകൾ നിശബ്ദമാകുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വരുന്നത് അമേരിക്ക തന്നെയായിരിക്കും. ഈ യുദ്ധം ചൈനയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പ്രതിസന്ധിയല്ല, മറിച്ച് ആഗോള വ്യവസ്ഥിതിയെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെഴുതാനുള്ള ഒരു ചരിത്രപരമായ അവസരമാണ്. ഊർജ്ജ വിപണിയിലെ പ്രതിസന്ധിയെ തങ്ങളുടെ ഹരിതോർജ്ജ വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്കായി മാറ്റാനും അമേരിക്കയുടെ ശ്രദ്ധാമാറ്റത്തെ ദക്ഷിണ ചൈന കടലിലെ പൂർണ്ണ ആധിപത്യമാക്കി മാറ്റാനും ചൈനയ്ക്ക് കഴിഞ്ഞു. ലോകത്തിനു മുന്നിൽ ഒരു സമാധാനകാംക്ഷിയായി നിലകൊള്ളുമ്പോഴും ദുർബലമായ ഇറാന്റെ സാമ്പത്തിക നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാൻ അവർക്ക് സാധിച്ചു. ചുരുക്കത്തിൽ ടെഹ്റാനിലും ഇസ്രയേലിലും ലെബനനിലും ചൊരിയപ്പെട്ട രക്തവും ബാക്കിയായ അവശിഷ്ടങ്ങളും ഒരു പുതിയ ലോകക്രമത്തിൻ്റെ അടിത്തറയായി മാറുകയാണ്. അമേരിക്കൻ ഏകധ്രുവ ലോകം അവസാനിക്കുകയും ചൈനീസ് കേന്ദ്രീകൃതമായ ഒരു പുതിയ ലോകക്രമം ഉദയം കൊള്ളുകയും ചെയ്യുന്ന ചരിത്രപരമായ ഒരു നാഴികക്കല്ലായി 2026 ഇറാൻ യുദ്ധം വരും തലമുറകളാൽ വിലയിരുത്തപ്പെടും. പുകയടങ്ങുമ്പോൾ ലോകത്തിൻ്റെ നെറുകയിൽ പാറിപ്പറക്കുന്നത് ഒരുപക്ഷെ അമേരിക്കൻ പതാകയാവില്ല, മറിച്ച് ഡ്രാഗണിൻ്റെ ചെങ്കൊടിയായിരിക്കും.
ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക.